നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ സദാചാര പോലീസിംഗിനെതിരെയുള്ള വീഡിയോ വഴിയാണ് നസീഹ അഷ്റഫ് എന്ന യുവാവ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയത്. SFIയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ആ വീഡിയോ ഏറെ വൈറലായിരുന്നു. അതിനു പിന്നാലെയാണ് നടൻ മോഹൻലാൽ, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യുവാവിന്റെ അടുത്ത വീഡിയോ വന്നത്. മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും പെൺവാണിഭ കേന്ദ്രങ്ങൾ നടത്തുന്നുവെന്നായിരുന്നു ആരോപണം. ആ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലെ സത്യം ഇതാണ്. തൃശൂർ പെരുമ്പലുവ സ്വദേശിയാണ് നസീഹ അഷ്റഫ്. ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയുണ്ടെന്നാണ് വിവരം. മാനസിക പ്രശ്നങ്ങൾ കാരണമാണ് ഇയാൾ താരങ്ങൾക്കെതിരെ വീഡിയോകളുമായി രംഗത്തു വന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ആന്റണി പെരുമ്പാവൂരിന്റെ പരാതിയെ തുടർന്ന് ഈ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ തൃശൂർ പൈങ്കുളം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. നസീഹിന് മാനസിക വിഭ്രാന്തിയുണ്ടെന്ന സർട്ടിഫിക്കറ്റ് ബന്ധുക്കൾ പോലീസിന് കൈമാറിയിരുന്നു. തുടർന്ന് ഇയാളെ പോലീസ് ജാമ്യത്തിൽ വിട്ടു. ബന്ധുക്കൾ തന്നെയാണ് നസീഹിനെ പൈങ്കുളത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. പരസ്പര ബന്ധമില്ലാതെയാണ് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇയാൾ സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നു. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും പെൺവാണിഭ കേന്ദ്രങ്ങൾ നടത്തുന്നുവെന്നായിരുന്നു ഇയാളുടെ ആരോപണം. വീഡിയോ വൻതോതിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് ആന്റണി പെരുമ്പാവൂർ പരാതി നൽകിയത്. നടൻ പൃഥ്വിരാജിനെതിരെയും ആരോപണമുണ്ടായിരുന്നു. മലയാളത്തിലെ നടിമാരെ അപമാനിക്കുന്ന വീഡിയോയും ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തനിക്ക് കോടികളുടെ സ്വത്തുക്കളുണ്ടെന്നും താൻ പറയുന്നത് ശരിയല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ വെച്ച് പന്തയം കെട്ടാമെന്നും ഇയാൾ വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ ഇയാളുടെ പക്കൽ നിന്നും വെറും 4000 രൂപ മാത്രമാണ് പോലീസിന് കണ്ടെത്താനായത്. For latest news, like it, share it and subscribe to Filmy Beat Malayalam.